വതക്തുമൂന അൽ-ഹഖ വഅൻതും തഅലമൂൻ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ പണ്ഡിതോചിതമായ രക്ഷയെക്കുറിച്ച് ബഹുമാന്യനായ ക്രൈസ്തവ പണ്ഡിതൻ ക്രൈസ്തവ വീക്ഷണത്തിലെ രക്ഷയെക്കുറിച്ച് റിപ്പട്ടൽ സെഷന് നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് റിപ്പട്ടൽ എന്ന് പറയുമ്പോൾ മറ്റേ സുഹൃത്ത് സംസാരിച്ച വിഷയത്തിലുള്ള വിയോജന കുറിപ്പുകൾ അവതരിപ്പിക്കുവാനുള്ള അവസരമാണ്. എനിക്ക് എൻ്റെ ബഹുമാന്യ സഹോദരൻ സംസാരിച്ചതിൽ ഉള്ള ചില വിയോജനങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി, ബഹുമാന്യ സഹോദരൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന പൂർവവേദങ്ങൾ തൗറാത്ത്, ഇഞ്ചീൽ തുടങ്ങിയവ ഇന്നിപ്പോൾ ബൈബിളിലുള്ള തോറാ പുസ്തകവും സുവിശേഷ ഗ്രന്ഥങ്ങളുമാണ് എന്നാണ് സുഹൃത്ത് തന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചത്. ഇവിടെ പരിശുദ്ധ ഖുർആന്റെ ഒരു അനുയായി എന്നുള്ള നിലക്ക് ഉള്ള വിയോജനം സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ തൗറാത്തിനെയും ഇഞ്ചീലിനെയും സത്യപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ വളരെ വ്യക്തമായി തന്നെ തൗറാത്തും ഇഞ്ചീലും മാത്രമല്ല, പൂർവ്വവേദങ്ങളെല്ലാം പടച്ച തമ്പുരാൻ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെല്ലാം സത്യസമ്പൂർണമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ ലോകത്തോട് സംസാരിക്കുന്നത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആല ഇംറാനിലെ 84-ാമത്തെ വചനത്തിൽ ഖുർആൻ മുസ്ലിങ്ങളോടായി സംസാരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത്ത് വമാ ഊതിയ മൂസാ വഈസാ വന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. അപ്പോൾ ഖുർആൻ പറയുന്നത്, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ. മുസ്ലിങ്ങളെ നിങ്ങൾ പറയുക, എന്താണ് അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു? അബ്രഹാമിന് അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇസ്മയേലിന് അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇസ്ഹാക്കിന് അവതരിപ്പിക്കപ്പെട്ടതിൽ, യാക്കൂബിന് അവതരിപ്പിക്കപ്പെട്ടതിൽ, യാക്കൂബ് സന്തതികൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, മോശയ്ക്ക് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചതിൽ, യേശുക്രിസ്തുവിന് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ചതിൽ, അവൻ തന്റെ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച സകല കാര്യങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ അവർക്കിടയിൽ യാതൊരു വിവേചനവും കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയാൻ വേണ്ടി മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ എന്താണിത്? വേദഗ്രന്ഥങ്ങൾ, പൂർവ്വഗ്രന്ഥങ്ങൾ, അബ്രഹാമിനും ഇസ്ഹാക്കിനും ഇസ്മയേലിനും എല്ലാം അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ അത് അവ സത്യസമ്പൂർണമായിരുന്നു എന്ന് വിശ്വസിക്കേണ്ടത് മുസ്ലിമിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. മോശെ പ്രവാചകന് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച തോറാ പുസ്തകം അത് തെറ്റാണ് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. യേശുക്രിസ്തുവിന് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച ഇഞ്ചീൽ, സുവിശേഷ ഗ്രന്ഥം, അത് തെറ്റാണ് എന്നോ അതിൽ അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നോ ഒരാൾ വിശ്വസിച്ചാൽ, ഒരാൾ അങ്ങനെ പ്രചരിപ്പിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം തമ്പുരാൻ ഈ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച ഗ്രന്ഥത്തിലാണ്, ആ ഗ്രന്ഥങ്ങളെയാണ് ഈ പരിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്നത്. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 44-ാമത്തെ വചനത്തിൽ ഇന്ന അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂറുൻ എന്നാണ് പറയുന്നത്. അഥവാ ദൈവം തമ്പുരാൻ പറയാൻ, തീർച്ചയായും നാം തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ഫീഹാ ഹുദൻ വനൂറുൻ, അതിൽ സന്മാർഗദർശനവും പ്രകാശവുമുണ്ട്. ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച തൗറാത്തിനെ കുറിച്ചാണ് പറയുന്നത്. മോശെ പ്രവാചകന് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച തോറാ പുസ്തകം, ആ പുസ്തകമാണോ ഇപ്പോൾ ബൈബിൾ പഴയ നിയമത്തിലുള്ള ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം തുടങ്ങിയ 5 പുസ്തകങ്ങൾ? അതോ വല്ല കടത്തിക്കൂട്ടലുകളും വല്ല എടുത്തുമാട്ടലുകളും നടന്നിട്ടുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച്, ഇങ്ങനെ ദൈവം തമ്പുരാൻ ഇങ്ങനെ ഒരു തൗറാത്ത് എന്ന ഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നു, ബൈബിളും പറയുന്നു. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ കാണാം, മോശെ തന്റെ ശിഷ്യന്മാർക്ക്, ഇസ്രായേലർക്ക് തോറ വിശദീകരിച്ചു കൊടുത്തു. മലയാള ബൈബിളിൽ നിയമം വിശദീകരിച്ചു കൊടുത്തു എന്നാണ്. തോറ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ മോശെ വിശദീകരിച്ച തോറ ഏതാണ്? ആ തോറ ഖുർആൻ അംഗീകരിക്കുന്നു. ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച തോറയാണത്. പക്ഷേ ഇപ്പോഴുള്ള
പുസ്തകത്തിൽ അതാണോ ഉള്ളത്? അതല്ലാത്ത പലതും ഉണ്ട് എന്ന് പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. ബൈബിൾ തന്നെ സ്വയം സമ്മതിക്കുന്ന കാര്യമാണ്. കാരണം ഉദാഹരണത്തിന് നോക്ക് നിങ്ങൾ, ആവർത്തന പുസ്തകം 34 അധ്യായത്തിൽ 5 മുതൽ 12 വരെയുള്ള വചനങ്ങൾ മോശയുടെ മരണത്തെക്കുറിച്ചാണ്. ഇത് മോശയ്ക്ക് ദൈവം അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ അവസാനത്തെ പരാമർശങ്ങൾ എന്താണെന്നറിയാമോ? അങ്ങനെ മോവാബ് ദേശത്ത് വെച്ച് വേദ് പെരിയോറിന് അടുത്തുള്ള സമതലത്തിൽ വെച്ച് കർത്താവിന്റെ ദാസനായ മോശ മരിച്ചു. അവന്റെ പേരിൽ ഇസ്രായേലിയർ കുറെ കാലം വിലാപം ആചരിച്ചു. പക്ഷെ എന്നിട്ടും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഇത് മോശയ്ക്ക് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു എന്ന് പറയുന്ന ഗ്രന്ഥത്തിലുള്ളതാണ്. അയാളുടെ ശവക്കുഴിയുടെ സ്ഥലം എവിടെ എന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് അവസാനം പറയാം 12-ാമത്തേത്, പിന്നീട് ഇതുവരെ ഇസ്രായേലിൽ മോശയെ പോലൊരു പ്രവാചകർ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ പുസ്തകം മോശ പ്രവാചകന് ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥമാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? തീർച്ചയായും അല്ല. പണ്ഡിതന്മാർക്കാർക്കും, ക്രൈസ്തവ പണ്ഡിതന്മാർക്ക് തന്നെ അഭിപ്രായമില്ല. അപ്പോ പല ഭാഗങ്ങളും കടത്തിക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ തൗറാത്തിനെ അംഗീകരിക്കുന്നു. തൗറാത്തിനെ മോശ പ്രവാചകന് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തെ അംഗീകരിക്കുന്നു. പക്ഷേ ഖുർആൻ വിമർശിക്കുന്നത് എന്ത്? ദൈവിക ഗ്രന്ഥം എന്ന പേരിൽ പലതും കടത്തിക്കൂട്ടുന്നതിനെ ഖുർആൻ വിമർശിക്കുന്നു. അതാണ് ഞാൻ ഖുർആനിലെ ഒരു സൂക്തം എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഓതി വെച്ചത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 71-ാമത്തെ വചനം. ഖുർആൻ പറയാണ്, യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? എന്നിട്ട് സത്യത്തെ മറച്ചു വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അന്നത്തെ വേദക്കാരുടെ ഈ പ്രവണതയെ, അഥവാ വേദഗ്രന്ഥമാകുന്ന ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമാകുന്ന സത്യത്തെ മാനുഷിക വചനങ്ങളാകുന്ന അസത്യവുമായി കൂട്ടിക്കലർത്തുന്ന പ്രവണതയെ പരിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നു. അതേപോലെ തന്നെ യേശു ക്രിസ്തു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഇഞ്ചീൽ അവതരിപ്പിച്ചു എന്ന് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം പറയുന്നു. ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 46-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ച കാര്യമാണ്, വആതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദൻ വനൂറുൻ. നാം അദ്ദേഹത്തിന് ഇഞ്ചീൽ അവതരിപ്പിച്ചു കൊടുത്തു, സുവിശേഷം അവതരിപ്പിച്ചു കൊടുത്തു. അതിൽ ഹുദയും നൂറുമുണ്ട്, അഥവാ സന്മാർഗ ദർശനവും പ്രകാശവുമുണ്ട്. ഏതില്? ദൈവം തമ്പുരാൻ യേശു ക്രിസ്തുവിന് അവതരിപ്പിച്ച ഇഞ്ചീലിൽ. ആ ഇഞ്ചീൽ എവിടെ? മത്തായിയുടെയോ മർക്കോസിന്റെയോ ലൂക്കോസിന്റെയോ യോഹന്നാന്റെയോ സുവിശേഷമാണോ യേശുവിന് ദൈവം അവതരിപ്പിച്ച ഇഞ്ചീൽ? തീർച്ചയായും അല്ല. ആരും പറയില്ല. യേശു പ്രസംഗിച്ച ഒരു സുവിശേഷമുണ്ട്. അത് നമുക്ക് ആദ്യം എഴുതപ്പെട്ട സുവിശേഷ ഗ്രന്ഥമായ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 14-15 വചനങ്ങളിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്നു. യേശു പ്രസംഗിച്ച സുവിശേഷം ഏതാണ്? മത്തായിയുടെ സുവിശേഷമല്ല, മർക്കോസിന്റെ സുവിശേഷമല്ല, ലൂക്കോസിന്റെയോ യോഹന്നാന്റെയോ സുവിശേഷമല്ല, ദൈവത്തിന്റെ സുവിശേഷം. ഖുർആനിന്റെ ഇൻജീലുള്ള ദൈവത്തിന്റെ സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം അതാണ്. ആ ദൈവത്തിന്റെ സുവിശേഷം ഇന്ന് വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്ന സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷമാണ്, അഥവാ യേശു ക്രിസ്തുവിന് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച സുവിശേഷമാണ്. ആ സുവിശേഷത്തിൽ നിന്ന് പലതും ഉദ്ധരിച്ചുകൊണ്ട് പിന്നീട് യേശുവിന് ശേഷം 4 പതിറ്റാണ്ടുകളെങ്കിലും 40 കൊല്ലങ്ങളെങ്കിലും കഴിഞ്ഞ് മർക്കോസും പിന്നീട് മത്തായിയും ലൂക്കോസും യോഹന്നാനുമെല്ലാം എഴുതിയ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന്റെ പുരാതന കയ്യെഴുത്ത് രേഖകളിൽ ഉണ്ട്. പക്ഷെ പുരാതന കയ്യെഴുത്ത് രേഖകൾ 100% ഇന്ന് കാനോനികമായ ബൈബിളിനെ അംഗീകരിക്കുന്നതാണോ? പരിശോധിക്കേണ്ടതാണല്ലോ. ആദ്യമായിട്ട് ഉണ്ടാക്കിയ പിന്നെ മാർസിയോന്റെ കാനോൻ തന്നെ സത്യത്തിൽ ലൂക്കോസിന്റെ സുവിശേഷവും പൗലോസിന്റെ ഏതാനും ലേഖനങ്ങളും മാത്രമുള്ളതായിരുന്നു. പിന്നീട് AD 325 ഈ കാനോൻ തന്നെ അംഗീകരിക്കപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അതേപോലെ തന്നെ പിന്നെ ഈ യേശുവിന്റെ സുവിശേഷം പിന്നെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, അതിന്റെ ചരിത്രപരതയെക്കുറിച്ച്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യ കാലഘട്ടത്തിലൊന്നും തന്നെ ഇതൊരു ദൈവിക ഗ്രന്ഥമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ കടത്തിക്കൂട്ടാൻ പാടില്ല എന്നോ എടുത്തു കളയാൻ പാടില്ല എന്നോ ആളുകൾ വിശ്വസിച്ചിരുന്നില്ല, വിചാരിച്ചിരുന്നില്ല. അതാണ് സത്യം. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇപ്പോ നമ്മുടെ കയ്യിലുള്ള സത്യവേദ പുസ്തകം, ഈ സത്യവേദ പുസ്തകത്തിൽ എന്റെയും സുഹൃത്തിന്റെയും എല്ലാം കയ്യിലുള്ള ഇംഗ്ലീഷ് ബൈബിളാണ് സഹോദരന്റെ കയ്യിലുള്ളത്. ഈ സത്യവേദ പുസ്തകം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം.
ഇതിൽ തന്നെ പൗരാണിക കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ലാത്ത പലതും കടന്നു വന്നിട്ടുണ്ട്. അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് കടന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പൊ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 9 മുതൽ 20 വരെയുള്ള വചനങ്ങൾ, ആ വചനങ്ങൾ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കാണ്, ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അപ്പൊ അത് അന്വേഷിച്ചാൽ എന്താണ്, പുരാതനമായ കയ്യെഴുത്ത് രേഖകളുമായി തൊട്ടിച്ചു നോക്കിയപ്പോ ഈ വചനങ്ങൾ പൗരാണിക കയ്യെഴുത്ത് രേഖകളിലില്ല. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പിന്നീട് ആരോ എഴുതി ചേർത്തതാണ്, മർക്കോസ് എഴുതിയതല്ല. മനസ്സിലാക്കണം. ഇത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതാണ്, ബൈബിൾ തന്നെ സ്വയം പറയുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നമ്മളെല്ലാവരും കേട്ടൊരു വലിയ ബൈബിളിലെ ഒരു കഥ ഉണ്ടല്ലോ. എന്താണ്, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്നുള്ളൊരു കഥ. മഗ്ദലന മറിയ വ്യഭിചരിച്ചുകൊണ്ട് യഹൂദന്മാർ ഇവളെ കല്ലെറിയുക എന്ന് പറഞ്ഞ് യേശുവിന്റെ മുന്നിൽ വരികയും ആ സമയത്ത് യേശു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുകയും അങ്ങനെ അപ്പോൾ ഇവരെല്ലാവരും ഈ കല്ല് നോക്കി സ്വന്തം നോക്കി പാപം ചെയ്യാത്തവരാരുമില്ല, കല്ല് നിലത്തിട്ട് അവരെല്ലാവരും പോയി യേശു ഇവൾക്ക് മാപ്പ് കൊടുത്ത് പറഞ്ഞയച്ചു എന്ന കഥ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 53 മുതൽ 8-ാം അധ്യായത്തിലെ 11 മുതൽക്കുള്ള വചനങ്ങളിലുള്ള ഈ കഥ, ഇത് യഥാർത്ഥത്തിൽ പൗരാണികമായ യോഹന്നാന്റെ സുവിശേഷത്തിലില്ല. ഏറ്റവും കിട്ടിയ പൗരാണിക പ്രതിയിൽ തന്നെ ഇല്ല. അപ്പോ ഈ കഥ പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ടതാണ് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ AD 14-ാം നൂറ്റാണ്ടിൽ പോലും ബൈബിളിന്റെ കയ്യെഴുത്ത് രേഖകളിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ അംഗീകരിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ സുഹൃത്തിനോട് പറഞ്ഞു, ത്രിത്വത്തെക്കുറിച്ചുള്ള ബൈബിളിൽ വല്ല വചനം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ വചനം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ സാധ്യമല്ല. സത്യമാണത്, നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ത്രിത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു വചനം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 പേരും ചേർന്നതാണ് ദൈവമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വചനം ബൈബിൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽക്ക് മാലാഖി വരെയുള്ള പുസ്തകങ്ങളിലോ പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളിലോ ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ ഉണ്ടായിരുന്നു, ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. കിങ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് ബൈബിളിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് ജോൺ 5th ചാപ്റ്ററിലെ 7th വേഴ്സ് എന്തായിരുന്നു? For there are 3 that bear record in heaven, the Father, the Word and Holy Ghost. These 3 are one. ഇത് വ്യക്തമാണ്, ത്രിത്വത്തെ വെളിപ്പെടുത്തുന്ന വചനമാണ്. പക്ഷേ പൗരാണിക കയ്യെഴുത്ത് രേഖകൾ ലഭിച്ചപ്പോ മനസ്സിലായി 14-ാം നൂറ്റാണ്ടിലാണ് ഈ വചനം ബൈബിളിന്റെ കയ്യെഴുത്ത് രേഖയിലേക്ക് കടന്നുകൂടിയത് എന്ന്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? 14-ാം നൂറ്റാണ്ടിൽ പോലും ബൈബിൾ പുസ്തകങ്ങളുടെ കയ്യെഴുത്ത് രേഖകളിൽ കൈകടത്തലുകൾ നടന്നു എന്നല്ലേ? അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് യാതൊരു കൈകടത്തലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ള വാദം വിശ്വാസത്തിന് നല്ലതാണെങ്കിലും പക്ഷേ അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവുമായി താരതമ്യം ചെയ്ത് പരിശുദ്ധ ഖുർആനിൽ പറയുന്ന തൗറാത്തും ഇഞ്ചീലുമെല്ലാമാണ് ഇത് എന്ന് പറയുന്ന ആ വാദം കൊണ്ടുവരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും കാര്യങ്ങൾ പറയേണ്ടി വരുന്നു എന്ന് മാത്രമേയുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നുണ്ട് എല്ലാ വേദങ്ങളെയും. വേദം പാരായണം ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു നോക്കാൻ മുഹമ്മദ് നബിയോട് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ലോകത്തുള്ള എല്ലാ സംശയം ഉണ്ടായാലും മുസ്ലിങ്ങള് ക്രിസ്ത്യാനികളുടെയോ യൂതന്മാരുടെയോ അടുത്ത് പോയി സംശയം ചോദിക്കണമെന്നല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ ആദ്യ നാളുകളിൽ പ്രവാചകനോട് സ്വയം പരീക്ഷിച്ചുകൊണ്ട് തന്റെ പ്രവാചകത്വം ഉറപ്പുവരുത്താനാണ് പടച്ച തമ്പുരാൻ ആവശ്യപ്പെടുന്നത്. സ്വയം പരീക്ഷിക്കുക. ആ പരീക്ഷണത്തിന് പല മാർഗങ്ങൾ പറയുന്നുണ്ട്. ആ മാർഗങ്ങളിൽ ഒന്നാണ് മുൻപ് വേദഗ്രന്ഥം പാരായണം ചെയ്ത ആളുകളോട് ചോദിച്ചു നോക്കുക, ഈ നുബുവ്വത്തിന്റെ അടിസ്ഥാനം, ആ പ്രവാചകത്വത്തിന്റെ അടിത്തറ ഈ രൂപത്തിൽ തന്നെയാണോ? അത് സ്വയം ഈ പ്രവാചകത്വത്തിന്റെ വഹിയിന്റെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ സ്വയം തന്നെ പരീക്ഷിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് തന്റെ പ്രവാചകത്വത്തിന്റെ സത്യത ബോധ്യപ്പെടുത്താൻ പ്രവാചകനോട് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യാണ്. അപ്പോ വേദഗ്രന്ഥം പാരായണം പ്രവാചകൻ ചെയ്തു. വറഖത്തുൻ ഇബ്നു നൗഫൽ എന്ന വേദഗ്രന്ഥം പാരായണം ചെയ്തിരുന്ന ആളോട് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അതേ പൂർവ്വ പ്രവാചകൻ